ഇവിടെ ആദ്യമായി വരുന്ന കാര്യം, ആദ്യത്തെ പോയിന്റ് ഇന്റർവ്യൂവിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പോയിന്റാണ് ഇത്. ഇന്റർവ്യൂവിന് മുമ്പായിട്ട് എന്താണ് തയ്യാറെടുപ്പ് വേണ്ടത് എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്? ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പനിയെ കുറിച്ചുള്ള അറിവ്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവാറ്? അല്ല എന്നതായിരിക്കും പലരുടെയും ഉത്തരം. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് കമ്പനിയെ കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു കമ്പനിയുടെ മുഴുവൻ പേരെന്താണ്, ഇത് നിലവിൽ വന്ന വർഷം ഏതാണ്, ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്, ഇതിന്റെ സ്വഭാവം, അതായത് കമ്പനി എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്, സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പല ക്ലയൻസും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കണം. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലയൻസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിലെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ജോബിനെ കുറിച്ചുള്ള അറിവാണ്. അതായത് ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്തായിരിക്കും ജോബ്, അതിന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതായത് ഉത്തരവാദിത്തങ്ങൾ എന്താണ്, കൂടാതെ ഇതിനാവശ്യമായ സ്കിൽസ് എന്താണ്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിവ് ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂവിന് മുമ്പ് തയ്യാറെടുക്കേണ്ട അടുത്ത പോയിന്റ് റെസ്യൂമിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ റെസ്യൂമിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വിവരിച്ചിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. അതായത് നമ്മൾ പോയിന്റ്സ് ആയിട്ടായിരിക്കും റെസ്യൂമിൽ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവുക. അതൊന്ന് വലിച്ചു നീട്ടി വിശദീകരിച്ചു കൊടുക്കുവാൻ, ക്ലയൻസിന് വിശദീകരിച്ചു കൊടുക്കുവാൻ നിങ്ങൾ കഴിയണം. കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും സ്കിൽസ് ആണെങ്കിലും വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഇതാണ് ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.